ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ടൂർ പോകാൻ കേട്ടോ. അപ്പോൾ ഞാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഒരു 6:50 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ പോവാണ്. അത് നമുക്ക് ഒരുമിച്ച് നമ്മൾ ചേട്ടനെ കൊണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് നമ്മൾ ബസ്സിന് പോകേണ്ടതായിട്ട് എന്താ റെഡി ആയി. അങ്ങനെ ഞാൻ ബൈക്കിൽ ചേട്ടൻ്റെ കൂടെ പോയി. ഒരു 7 മണി ആയപ്പോഴേക്കും ഞാൻ അവിടെ എത്തിയിട്ടാ. അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് ബസ് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കാറുണ്ട്. ഞാൻ ഇച്ചിരി ലേറ്റായി. അപ്പോൾ എല്ലാവരും എന്നെ ചീത്തയൊക്കെ പറയായിരുന്നു, എന്താ ലേറ്റായി, മേക്കപ്പ് ഇട്ട് ലേറ്റ് ആയതാണോ അങ്ങനെയൊക്കെ ചോദിച്ചു. അങ്ങനെ നമ്മൾ യാത്ര ഒരു 7:30 ആയപ്പോൾ തുടങ്ങി. അങ്ങനെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് സ്കൂൾ ബസ്സിൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നമ്മുടെ ബസ്സിൽ പോവുകയാണ് ചെയ്തത് കേട്ടോ. ടൂറിസ്റ്റ് ബസ്സിൽ പോവുകയാണ് ചെയ്തത്. കാരണം സ്കൂളിൻ്റെ അവിടേക്ക് ചെറിയ വഴിയായതുകൊണ്ട് വലിയ ബസ്സുകൾ വരില്ല. പിന്നെ അങ്ങനെ നേരെ തന്നെ പാട്ടൊക്കെ വെച്ച് അടിപൊളിയായിട്ട് എല്ലാവരും ഡാൻസൊക്കെ തുടങ്ങി. അപ്പോഴേക്കും നേരമൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കയറിയ സമയത്ത് ഇരുട്ടായിരുന്നേ. അങ്ങനെ ഈ ചേട്ടൻ ശരിക്കും ഞങ്ങളുടെ ടീച്ചിങ് സ്റ്റാഫിലല്ല, അവിടെ ഉള്ളൊരു ചേട്ടൻ അടിപൊളി ഡാൻസ് ആട്ടോ. അങ്ങനെ ഫുള്ള് എല്ലാവരും കൂടി ഡാൻസൊക്കെ ആയിരുന്നു. ഞാൻ തുടക്കം തന്നെ ഡാൻസ് കളിച്ചില്ല, പിന്നെ ഭയങ്കര അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ചു, എൻജോയ് ചെയ്ത്. നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഞാൻ എൻ്റെ ടീച്ചിങ് ലൈഫ് ഞാൻ തുടങ്ങി തന്നെ 2022 അവിടെ നമ്മൾ കുറച്ച് നാൾ ഒരു 4 മാസം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞ് പിന്നെ നേരെ ഞാൻ ചെന്നൈക്ക് വരണ്ടായി. അപ്പോൾ ആദ്യത്തെ സ്കൂൾ എൻ്റെ ഇത് തന്നെയാണ്, ഒരു 1 ഇയർ ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ടൂർ പോകുന്നത്. അങ്ങനെ അതേ ഞങ്ങളുടെ അടുത്തൊരു മിസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മിസ്സിനോട് വർത്താനം പറഞ്ഞ് നമ്മൾ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെയിലൊക്കെ കൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ ഇത് ഡേവിഡ് സാറ് കേട്ടോ. ഡേവിഡ് സാറ് നമ്മുടെ സ്റ്റാഫ് റൂമിൽ തന്നെ ഉള്ളതാണ്. നമ്മൾ ഭയങ്കര ചെങ്ക. അങ്ങനെ സാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഒരു പള്ളിയിൽ ചെന്നു. ഈ പള്ളി എന്ന് പറഞ്ഞാൽ സെൻറ്റ് ജൂഡ് പള്ളിയാണ്. അപ്പം ഇവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട് കിട്ടുന്നൊക്കെ അച്ഛൻ പറയുന്നത്. പണ്ടൊക്കെ എല്ലാവരും നേരെ പോയി ഇവിടെ പ്രാർത്ഥിക്കും, പെട്ടെന്ന് പാസ്പോർട്ട് കിട്ടും, അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് അവിടെ നിന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇഡ്ഡലി, വട, സാമ്പാർ, ചട്നി അങ്ങനെ എല്ലാം കൂട്ടി അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ച് നേരെ വണ്ടി കയറി കുറച്ച് റെസ്റ്റ് എടുത്തു. അങ്ങനെ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ നമ്മുടെ സ്ഥലത്തെത്തി. പുലിക്കട്ട് ലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണത്. അവിടെ എത്തി. നല്ല വെയിലായിരുന്നു. ഒരു 11 മണി സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുൾ കവറൊക്കെ ചെയ്ത് ക്യാപ്പൊക്കെ വെച്ച് കുടയൊക്കെ ചൂടി. എനിക്ക് അപ്പോഴേക്കൊരു കുട കിട്ടി. അങ്ങനെ ഞാൻ ആ കുടയുടെ തണലിൽ സുഖമായിട്ട് ഫുൾ എല്ലാ സ്ഥലത്തേക്കും ചുറ്റിക്കറങ്ങി. ഇപ്പോൾ ഇവിടെ നിന്ന് കുറേ മീനൊക്കെ കിട്ടും. പിന്നെ ഫ്ലമിംഗോസ്, അങ്ങനത്തെ കൊക്ക്, അതുമാതിരി കുറേ വെറൈറ്റി ബേർഡ്സിനെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ കണ്ട ഇതൊക്കെ നമ്മുടെ മുള്ളൻ, മാന്തൾ അതെല്ലാം ഉണക്കാനിട്ടേക്കണം. കുറേ മീനുണ്ടായിരുന്നു, ഒരുപാട് മീൻ. അങ്ങനെ അതൊക്കെ അവിടെ കണ്ട് ഉണ്ടാവും. കുറേ മീനൊരു ഉണക്കാനിട്ടേക്കണം. പിന്നെ കുറേ കിളികളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിലൊരു 45 മിനിറ്റ്സ് നമ്മൾ ബോട്ടിൽ നമ്മൾ പോകണമായിരുന്നു. എന്നിട്ട് വേണം നമ്മളൊരു ദ്വീപ് പോലെ ഒരു ചെറിയൊരു ലേക്ക് മാതിരി അവിടെ കൊണ്ടുവരെ ഇറക്കും. അങ്ങനെ ഞങ്ങൾ നേരെ ബോട്ടിൽ കയറി. അപ്പോൾ ഒരു ബോട്ടിൽ 12 പേരൊക്കെ കയറാൻ പാടുള്ളൂ എന്നിങ്ങനെ എണ്ണിയൊക്കെ അവർ പറയേണ്ടത്. എന്നാലും നമ്മൾ ചിലരൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങി. കയറിയിരുന്ന് സേഫായി. അങ്ങനെ വീഡിയോ ഇതൊക്കെ നമ്മുടെ സാറുമാരാട്ടോ. ഇതൊക്കെ ഞങ്ങളുടെ ടീച്ചേഴ്സ്, എല്ലാവരും ഞങ്ങളുടെ ടീച്ചേഴ്സാണ്. അങ്ങനെ എല്ലാവരും വീഡിയോ എടുത്ത് സെറ്റായിട്ട് അവിടെ ഇരുന്ന് യാത്ര തുടങ്ങി. അങ്ങനെ ഒരു 45 മിനിറ്റ് ഞങ്ങൾ ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ പോയി. അപ്പോഴേക്കും ഞങ്ങളൊക്കെ ഇരുത്തി തള്ളണമല്ലോ, ഇത്രയും തടിച്ചുകളൊക്കെ തള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ നമ്മളെ തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. 1-2 ചേട്ടന്മാരുണ്ടായിരുന്നു. അവരിങ്ങനെ തള്ളി ബോട്ട് ഇങ്ങനെ ഇറക്കി. അതുകൊണ്ട് നേരെ ഒരു മോട്ടർ സ്റ്റാർട്ടാക്കിയിട്ട് പോയി. അങ്ങനെ നമ്മൾ ബോട്ടിൽ ഫുള്ള് എല്ലാ സ്ഥലങ്ങളും കണ്ട് ആസ്വദിച്ച് പതുക്കെ നമ്മൾ കുറേ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത്. ഉപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ ദൈവമേ എന്തോ ഉപ്പ് വെള്ളമായിരുന്നു. ഫുൾ വായിക്കാൻ അടിച്ച് കയറിയത് ഉപ്പ് വെള്ളം. മുഖമൊക്കെ കരിഞ്ഞ് കത്തി കരിവാളിച്ച് ആകെ നാശമായിപ്പോയി. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് ഒരു ബോട്ട് റൈഡിങ് ഒക്കെ ചെയ്തു. കണ്ടോ നല്ല രസം. എല്ലാവരും വീഡിയോ എടുക്കലുണ്ട്. ഇവർ ഫിഷിങ്ങിന് പോകണതാണ്. കുറേ പേര് ഫിഷിങ്ങിന് പോകുന്നുണ്ട്. ഇതുകൊണ്ട് ഫാമിലിയായിട്ട് പോകണമെന്ന് തോന്നുന്നു. ഹസ്ബൻഡും വൈഫൊക്കെ കൂടി ഒരുമിച്ചാന്ന് തോന്നുന്നു ഫിഷിങ്ങിന് പോകണം. ഞാൻ വെള്ളത്തിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത്. എല്ലാവരും അതേട്ടാ നല്ല. കാരണം ഇത് കാണുമ്പോൾ നല്ല നല്ല വെള്ളമാണ്. ഒരു അഴുക്കോ മണോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല കാണാൻ ഒരു കണ്ണീര് പോലെ കാണാൻ പറ്റുന്ന വെള്ളമായിരുന്നു. സാധാരണ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഭയങ്കര മണമായിരിക്കും, അല്ലെങ്കിൽ എന്താ നല്ല ഇതിൻ്റെ കളറൊക്കെ ഭയങ്കര മോശമായിരിക്കില്ലേ. പക്ഷേ ഇത് നല്ല
തെളിഞ്ഞ വെള്ളമായിരുന്നു. അപ്പോൾ ഞാൻ മിസ്സ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തരാം. അപ്പോൾ മിസ്സിനോട് ഞാൻ പറയാം ചെരിച്ച് പിടിക്കുക, നേരെ പിടിക്കുക, അങ്ങനെയൊക്കെ മിസ്സിനോട് പറയായിരുന്നു. അങ്ങനെ മിസ്സൊക്കെ എനിക്ക് കുറേ വീഡിയോ ഒക്കെ എടുത്തു തന്നു, കുറേ വീഡിയോകൾ എടുത്തു. അല്ല അങ്ങനെ ഇതേ എല്ലാ ടീച്ചേഴ്സിനോട് ഞാൻ ഹായ് പറയാൻ പറഞ്ഞിട്ട്. ഇത് രേവതി മിസ്സ്, നമ്മുടെ ബെസ്റ്റ് മിസ്സാണ്. ഇത് ഞങ്ങളുടെ ഷീബ മിസ്സ്. പിന്നെ ഞങ്ങളൊക്കെ ഒരേ സ്റ്റാഫ് റൂമിലിരിക്കുന്ന ടീച്ചേഴ്സാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങ് പോയി. ഇതേ കണ്ട, ഇതാ ഞാൻ പറഞ്ഞത് ഫാമിലി ആയിട്ട് ഇതോട് ഫിഷിങ്ങിന് പോകുന്നതാണ്. ഭാര്യയും ഭർത്താവും ഒക്കെ കൂടി പോകുന്നതാണ്. എല്ലാ സെറ്റപ്പൊക്കെ ആയിട്ട് അവർ പോവുക ഫിഷിങ്ങിനുണ്ട്. പക്ഷെ അവർ ഇന്ന് വൈകിട്ടേക്കാണ് തിരിച്ചു വരുമായിരിക്കും, അങ്ങനെയായിരിക്കും അവർ പോകണം. പക്ഷെ കുറേ മീനൊക്കെ ഇട്ടിട്ടാണ് നല്ല ലാഭത്തിൽ. പിന്നെ ഇതേ കുറേ പിള്ളേരെ അവിടെ വെള്ളത്തിൽ കുളിക്കണേ. അപ്പോൾ അവരൊക്കെ ആയിരുന്നു നല്ല വെള്ളമൊക്കെ എടുത്ത്. അപ്പോൾ ഞാൻ അവരെ വീഡിയോ എടുത്ത് അങ്ങനെ. പിന്നെ എന്തോ വെറൈറ്റി ഒരു ബേർഡിനെ കണ്ട എടുത്താൽ, പക്ഷേ എനിക്കതിന് പേരൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ അവരിങ്ങനെ വട്ടമായിട്ട് പറന്ന് മീനൊക്കെ പിടിച്ച് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇത് നമ്മളിപ്പോൾ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം. ഇപ്പോൾ ഈ ബോട്ട് റൈഡിന് എന്ന് പറയുന്നത് ഒരു 1500 രൂപയാണ്. അതിൽ ഒരു 12 പേരെ കയറ്റും. നമുക്ക് മാത്രമായിട്ട് ആ ബോട്ട് നമ്മളെ തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ ആ ബോട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു കുറച്ച് ഫാമിലീസ് ഉണ്ടെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാട്ടോ. നമ്മൾ ഒരു 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു ഏരിയ. അതുമാതിരി തന്നെ അടിപൊളി ഫുഡും കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയപ്പം ഇത്രേ വെള്ളമുള്ളൂ. എന്ത് രസമാണെന്ന് പറയാം. ആ വെള്ളം നമുക്ക് അടിയിലേക്ക് കാണാൻ പറ്റും. സാധാരണ ഞാൻ ഇങ്ങനെയൊക്കെ വെള്ളം കാണുന്നത് ഈ മാൽദീവ്സ്, ലക്ഷദ്വീപ് അവിടെയൊക്കെ നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലും കണ്ടിട്ടുണ്ട്. അതുമാതിരത്തെ ഒരു ഏരിയ ആയിരുന്നു ഇത്. ഞങ്ങളുടെ ഫേവറേറ്റ് ടീച്ചേഴ്സാട്ടോ, അഖില മിസ്സ്, രാജി മിസ്സ്, അവരെല്ലാവരും. അങ്ങനെ അവരൊക്കെ നമ്മളൊക്കെ ഒരേ സ്റ്റാഫ് റൂമിലാണ് ഇരിക്കുന്നത്. പിന്നെ രാജി മിസ്സ് എൻ്റെ പാർട്ട്ണറാണ്, ഞങ്ങൾ 8th പാർട്ട്നേഴ്സാണ്. അങ്ങനെ ഇവിടെയാണ് ഈ വെള്ളം എന്ന് പറഞ്ഞാൽ അടിപൊളി വെള്ളം. എനിക്ക് കോൾഡും പനിയൊക്കെ ആയിരുന്നു 2-3-4 ദിവസമായിട്ട്. അപ്പോൾ അതൊക്കെ അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങണ്ട എന്ന് എൻ്റെ അമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവർ നേരെ കൊണ്ടുവിട്ടത് വെള്ളത്തിലാണ്. പക്ഷെ വെള്ളത്തിൽ തലയൊന്നും ഞാൻ മുക്കിയിട്ടില്ല, ബോഡി മാത്രം അവിടെ നിന്നു. അല്ലെങ്കിൽ ഫുള്ള് ടാൻ അഴിപ്പോവും, ഫുള്ള് വെയിലടിച്ച് ആകെ നമ്മൾ ഇല്ലാണ്ടാവും. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി. അങ്ങനെ കുറേ ജീവികളൊക്കെ കണ്ടു കേട്ടോ. ഞണ്ട്, അത് വെറൈറ്റി കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരോരോരോ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മുടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ പ്രൈമറി ഓഫീസ് സ്റ്റാഫ്, അങ്ങനെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവരോടൊക്കെ കുറേ നേരം എൻജോയ് ചെയ്ത് സംസാരിച്ച് ഞാനും കുറേ നേരം അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് എൻജോയ് ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫുഡ് കിട്ടുമായിരുന്നു, ലേസ്, കുറുക്കുറെ. അതുപോലെ തന്നെ അടിപൊളി സീ ഫുഡായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിരുന്നത്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല വലിയ ക്രാബ്, അതുപോലെ തന്നെ പ്രോൺസ് കറി, അതുപോലെ തന്നെ ഫിഷ് കറി, പിന്നെ പനീർ, വെജിറ്റബിൾ കഴിക്കണവർക്ക് അങ്ങനത്തെ ഫുഡുകൾ, അങ്ങനെ കുറേ ഫുഡ്. പക്ഷെ എല്ലാം ടെൻറ്റിലായിരുന്നു. നമുക്കങ്ങനെ ഇരുന്ന് കഴിക്കാനുള്ള ഭയങ്കര സെറ്റപ്പൊന്നും ഉണ്ടാവില്ല, കാരണം ഇതൊരു ലേക്ക് ഏരിയ ആണല്ലോ. പക്ഷെ നമ്മൾ എൻജോയ് ചെയ്യും നന്നായിട്ട്. പിന്നെ ഈ വെള്ളത്തിൽ എന്തായാലും നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ ഫുള്ള് ടാനായി പോകും. കാരണം ഞാൻ വെള്ളം തൊടാത്ത ഏരിയ എൻ്റെ കഴുത്തിൻ്റെ ഭാഗവും ആ ഒരു ഭാഗമൊക്കെ ആയിരുന്നു. അവിടെ ഫുള്ള് എൻ്റെ ചുമന്ന് ഭയങ്കര വെയിലടിച്ച് ആകെ ഇതായിപ്പോയി, ഫുൾ ചുമന്നിരുന്നു. അതായത് സൺബേൺ ആയിപ്പോയി. അപ്പം അങ്ങനെ ശ്രദ്ധിക്കണം. കാരണം അവിടെ നിങ്ങൾക്കറിയാം ചെന്നൈ, ഇത് ആന്ധ്ര തമിഴ്നാട് ബോർഡറായിട്ടാണ് വരുന്നത്, പുലിക്കേട്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഭയങ്കര ബുദ്ധിമുട്ട്. അവിടെ മാത്രമല്ല, ചെന്നൈ തമിഴ്നാട് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്ക് കോൾഡും കഫ് ആയതുകൊണ്ട് ചുമയായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും അത് മാറിയിട്ടൊന്നുമില്ല. കണ്ട എൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിരിക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഇതേ ടീച്ചേഴ്സ് എല്ലാം ഫുൾ അതിൽ തന്നെ വെള്ളത്തിൽ ആരും തിരിച്ച് കയറിയിട്ടില്ല. ഞാൻ ഫുൾ എല്ലാവരും വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്ത് കുറച്ച് നേരം ഞാൻ വെള്ളത്തിൽ കളിച്ചു. പിന്നെ എനിക്ക് വെള്ളത്തിൽ കളിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫുള്ള് എനിക്ക് കോൾഡും കഫൊക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സൊക്കെ അവർ എൻജോയ് ചെയ്ത് നമ്മൾ ഡിസ്ക് ത്രോ കളിച്ചു, അതുപോലെ തന്നെ വോളിബോള്, ഹാൻഡ്ബോള്, അങ്ങനെ ഈ ഒരു ഡിസ്കോട് കുറേ നേരം കളിച്ചു. ആ വീട്ടിലെത്തിയപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവണത്. ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു എല്ലാവർക്കും കൂട്ടാം. എല്ലാവരും ഞങ്ങൾ വോളിബോൾ കളിക്കാമെന്ന് വെച്ചപ്പം വോളിബോൾ കളിക്കാൻ വേണ്ടി സാറ് ഇത് വരയ്ക്കണതാണ് ആ കാണുന്നത്, വോളിബോളിനുള്ള കോട്ട്. ഈ ബ്ലൂ കളർ ഞങ്ങളുടെ ഫാദറാണ്. അപ്പോൾ ഫാദർ മാനേജ്മെൻറ്റ് അതിനുള്ള ഫാദർ. അപ്പോൾ ഫാദർ പറയാം, പി ടി സാറിനെ വിളിച്ചിട്ട് വേഗം ഗ്രൗണ്ട് റെഡിയാക്കുക. അപ്പോൾ പി ടി സാറ് വേഗം ഗ്രൗണ്ടൊക്കെ വരച്ചു. അങ്ങനെ ഞങ്ങൾ ഫുൾ കളിയൊക്കെ കളിച്ച് അതേപോലെ ഫുഡ് കഴിക്കാൻ പോയത്. പ്രോൺസ്, മീൻ വറുത്തത്, ഞണ്ട്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു, പപ്പടം, ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ അടിപൊളിയായിട്ട് റിലാക്സ് ചെയ്ത്
തിരിച്ചു പോവാണ്. അപ്പം ഈ ബോട്ടിൽ കുറേ അധികം ആളുകളെ കാണാമല്ലേ, അപ്പോൾ അവരോടൊക്കെ ഇറങ്ങിയിട്ട് അപ്പുറത്തെ ബോട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ബോട്ടിലൊക്കെ പോയി. ഞാൻ പറഞ്ഞില്ലേ കടലും പുഴയും ഒന്നിക്കണ സ്ഥലം, അവിടെ ഞങ്ങൾ പോയി. അവിടെ പോയപ്പോൾ നല്ല ആഴമായിരുന്നു, പക്ഷെ ചിലവരൊക്കെ കുളിച്ചു. പക്ഷെ ഇതും നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടുന്ന് കുറേ കക്ക ഞങ്ങൾക്ക് കിട്ടി. എന്തോ ചിലവരൊക്കെ കുറേ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഞാൻ അവസാനമാണ് അറിയണം ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ സാറിനോട് പറഞ്ഞിട്ട് 1-2 എനിക്കും കിട്ടി. കുറേ നേരം സെർച്ച് ചെയ്താൽ കുറേ കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഇതിനുള്ളിൽ കുറേ അധികം വെറൈറ്റി സംഭവങ്ങൾ കിട്ടും, കക്കയും കല്ലും അതും ഇതൊക്കെ കിട്ടും. അങ്ങനെ കുറേ പേര് അത് കളക്ട് ചെയ്ത് കൊണ്ടുകൊണ്ടായിരുന്നു. ഞാൻ 2 അതിൻ്റെ ഇടയിൽ കളക്ട് ചെയ്തുകൊണ്ട്. അങ്ങനെ അവസാനം ഞാനൊരു സ്ലോമോ വീഡിയോ ഒക്കെ എടുത്ത് കുറേ വീഡിയോയും ഫോട്ടോസും ഞാൻ എടുത്തുട്ടോ. എൻജോയ് ചെയ്ത് കുറേ വീഡിയോ എടുത്തു. അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ അവസാനിപ്പിച്ചു. അപ്പം ഇത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത വീഡിയോ. കാരണം ഞാൻ ടീച്ചറായിട്ട് ആദ്യമായിട്ട് സ്റ്റാഫിൻ്റെ കൂടെ പോകുന്ന ഒരു ടൂറാണ്. അത് ഞാൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ വിചാരിച്ചു പനി ആയതുകൊണ്ട് പോകണോ വേണ്ടതെന്നൊക്കെ സംശയമായിരുന്നു. പക്ഷേ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് തിരിച്ചു വന്നപ്പോഴേക്കും ബോഡി പെയിന് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് തിരിച്ചു വന്നു. അങ്ങനെ ഒരു അടിപൊളി ഒരു ദിവസമായിരുന്നു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ പോയിട്ട് ഫ്രഷ് ആയിട്ടാണ് കുറേ പേര് പോയിട്ട് ഞങ്ങൾ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം റൂമൊക്കെ എടുത്ത് ഫ്രഷായി വന്ന് ഞാൻ ഡ്രസ്സൊന്നും മാറിയില്ല. അങ്ങനെ ഞങ്ങൾ മീൻ മാർക്കറ്റിൻ്റെ അവിടെ ചെന്നു. മീൻ അപ്പം തന്നെ കഴുകി വൃത്തിയാക്കിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് പേര് ഡ്രസ്സൊക്കെ മാറി വന്നു. കുളിക്കാനൊന്നും നേരമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും മാറിയൊന്നുമില്ല. ഞാൻ നേരെ വീട്ടിലേക്ക് പോയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്ന് നമ്മൾ ബസ്സിൻ്റെ അവിടെ എത്തി. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പം ഞങ്ങൾ കണ്ട സൺസെറ്റ് കണ്ടു. ഇതിലെ കണ്ട ബസ്സിൽ നിന്നിട്ട് കണ്ടേ. പിന്നെ ഞങ്ങൾ വൈകിട്ടായപ്പോൾ ഒരു ജ്യൂസ് ഐസ്ക്രീമൊക്കെ കുടിക്കാൻ. ഞാൻ ഐസ്ക്രീമൊന്നും കുടിച്ചില്ല, ഞാനൊരു ജ്യൂസ് കുടിച്ചു. അപ്പോൾ ഒരു പട്ടിക്കുട്ടനുണ്ട്, അപ്പോൾ അതിനിങ്ങനെ കൊഞ്ചിച്ച് നിന്നു. അങ്ങനെ ഞാനൊരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ച് റിഫ്രഷായിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.